ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം യോജിപ്പിച്ച വിവാഹബന്ധം മനുഷ്യന് വേർപെടുത്താനാവില്ല എന്ന വിപ്ലവാത്മകമായ പ്രബോധനം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമുക്ക് നൽകുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് ദൈവം ആദ്യമേ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികൾ ഒരു ശരീരമായി തീരുന്നതിനാൽ അവരുടെ വൈവാഹിക ബന്ധത്തെ ആർക്കും വേർപെടുത്താൻ കഴിയുകയില്ല. അതിനാൽ വിവാഹമോചനവും പുനർവിവാഹവും വിലക്കപ്പെട്ട ഒരു കാര്യമായാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു വിലക്ക് യേശു നൽകുന്നത് മോശയുടെ നിയമവുമായി വൈരുദ്ധ്യത്തിലാണ് എന്ന് ഫരിസേയർ കരുതുകയും അതുകൊണ്ട് തന്നെ യേശുവിനെ കുടുക്കുവാനുള്ള ഒരു ഉപാധിയായി അതിനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഫരിസേയർ യേശുവിനോട് കടന്നു വന്നുകൊണ്ട് വിവാഹമോചനത്തെ സംബന്ധിച്ച ഈ ചോദ്യം ചോദിക്കുന്നത്. ഹെറോദേസിൻ്റെ വിവാഹമോചനവും അതിനെതിരെ സ്നാപക യോഹന്നാൻ ശബ്ദിച്ചതും ആ ശബ്ദത്തെ രാജാവ് നിശബ്ദമാക്കിയതും ഇതിന് മുന്നോടിയായി സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മയിലുണ്ട്. അതിനാൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് മാത്രമേ യേശുവിന് ഇതിന് ഒരു ഉത്തരം നൽകുവാൻ സാധിക്കൂ എന്ന് ഫരിസേയർ കണക്കുകൂട്ടി. യേശുവിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയ കാഠിന്യം മൂലമാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. വിവാഹമോചനത്തെ അനുവദനീയമായ ഒരു അവസ്ഥയാക്കുകയല്ല മോശ ഉദ്ദേശിച്ചത്. പാപാവസ്ഥയ്ക്ക് കടിഞ്ഞാണിടാനും പാപാവസ്ഥയുടെ ഫലങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും മോശ ഒരു ഇളവ് പ്രഖ്യാപിക്കുകയായിരുന്നു. മോശ വിവാഹമോചനം അനുവദിച്ചു എന്ന് ഫരിസേയർ അവകാശപ്പെട്ടു. എന്നാൽ മോശ അങ്ങനെ ഒരു അനുവാദം നൽകുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. വിവാഹമോചനം നടത്തുന്ന വ്യക്തികൾ അനുവർത്തിച്ചിരിക്കേണ്ട ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് തിന്മയുടെ ബാഹുല്യം കുറയ്ക്കുന്നതിനാണ് മോശ ഈ നിബന്ധന ഏർപ്പെടുത്തിയത്. മാനുഷികമായ ബലഹീനതയുടെ പേരിൽ മോശ നൽകിയ ഒരു ഇളവാണ് കൽപ്പനയെന്ന പോലെ ഫരിസേയർ അവതരിപ്പിക്കുന്നത്. മോശ നൽകിയ ഇളവ് പോലും ദൈവത്തിൻ്റെ മൗലിക പദ്ധതിയിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. മോശയെ തിരുത്തുകയാണ് പുതിയ നിയമത്തിലെ പുതിയ മോശ. ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മൗലിക നിയമം കൊണ്ട് മോശ നൽകിയ ഇളവ് റദ്ദു ചെയ്യുകയാണ് യേശു ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല വിവാഹമോചനം താൻ വിലക്കിയത് വേദഗ്രന്ഥത്തിലെ തിരുവെഴുത്തുകളുടെ പിൻബലത്തിലാണെന്നും യേശു അവകാശപ്പെടുന്നു. ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നരനിൽ നിന്നും എടുക്കപ്പെട്ടതിനാൽ നാരി എന്ന് അവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരുകയും ചെയ്യും. കൂടാതെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്ന് ദൈവം അരുളി ചെയ്തത് ശേഷമാണ് അവന് തുണയായി ദൈവം സ്ത്രീയെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും ആത്മീകവും ശാരീരികവുമായ ഐക്യത്തെയും ഒന്നുചേരലിനെയുമാണ് വിവാഹം എന്ന് പറയുന്നത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വതന്ത്രമായ തീരുമാനത്തിനുമേൽ ദൈവം തൻ്റെ കൃപ ചൊരിയുകയും ആ കൃപ വഴി സ്ത്രീ പുരുഷന്മാരുടെ അസ്തിത്വത്തിന് അതീതമായ ഒരു കൂദാശയ്ക്ക് തുടക്കമിടുകയും ചെയ്യുന്നു. ദൈവത്തിന് മുൻപിൽ അവർ ഒരു ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന തിരുവചനത്തിലൂടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും കർത്താവ് റദ്ദ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പവിത്രമായ ഒരു ബന്ധമായി പിതാവായ ദൈവം വിവാഹത്തെ സ്ഥാപിച്ചു. വിശുദ്ധമായ കൂദാശയായി പുത്രനായ യേശു അതിനെ ഉയർത്തി. പരിശുദ്ധാത്മാവായ ദൈവം അതിനെ ഉടമ്പടിയായി എന്നും കാത്തു സൂക്ഷിക്കുന്നു. അതിനാൽ എന്തൊക്കെ നിയമം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പരമപരിശുദ്ധ ബന്ധത്തെ മരണം വരെ നിലനിൽക്കുന്ന ഒരു വിശുദ്ധ ഉടമ്പടിയായി കാത്തു സൂക്ഷിക്കാൻ എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹമോചനം
വളരെയധികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവം യോജിപ്പിച്ച ഈ ബന്ധത്തെ എന്നും കാത്തു സൂക്ഷിക്കുവാനും ദൈവിക കൽപ്പനയിൽ ഊന്നിയ ബന്ധമായി എല്ലാ വിവാഹ ബന്ധങ്ങളെയും മാറ്റണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.